നമസ്കാരം. യുദ്ധക്കുറ്റവുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ കോടതികളുടെ ഇടപെടലുകളെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോടതികളിൽ പരാതികൾ സമർപ്പിക്കുമ്പോൾ അതിനെ ഒന്നുമല്ലാതെ കാണുന്ന ചില ആളുകളുണ്ട്. ഇന്റർനാഷണൽ കോടതി വിധികൾ നടപ്പിലാക്കാൻ കഴിയുമോ? അത്തരത്തിലുള്ള കോടതി വിധികൾ എവിടെയെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആർക്കെതിരെയെങ്കിലും ശിക്ഷ വിധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇപ്പോൾ ജയിലിലുണ്ടോ? അതൊക്കെ വെറുതെ പറയുന്നതാണ്, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് പലരും പ്രതികരിക്കുന്നത്. എന്നാൽ പ്രതികരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ ആ ധാരണകൾ തീർത്തും തെറ്റാണ്. ഇന്റർനാഷണൽ കോടതികൾ പല വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. പ്രത്യേകിച്ച് വംശഹത്യ, യുദ്ധക്കുറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്റർനാഷണൽ കോടതികൾ ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത് നടക്കുന്ന വിവേചനങ്ങൾ, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും ഈ കോടതികൾ ഇടപെടാറുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ അപൂർവമാണ്. അതേസമയം ഇവിടെ യുദ്ധക്കുറ്റവാളികൾക്കെതിരെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പരാതികൾ, വംശഹത്യ, അതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള കോടതികൾ വെച്ചു പൊറുപ്പിക്കാറില്ല. അത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്, പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്, പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലരും ഇപ്പോഴും ജയിലിലാണ്. ചിലരൊക്കെ ജയിലിൽ കിടക്കുന്ന വേളയിൽ തന്നെ മരണപ്പെട്ടു പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നത്. കുറച്ചൊന്ന് പുറകോട്ട് സഞ്ചരിച്ചാൽ മതി, അധികമൊന്നും പോകേണ്ടതില്ല. വളരെ കുറച്ചു മാത്രം പുറകോട്ട് പോയാൽ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടും. ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ വംശഹത്യ ആരോപണം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയാണ് ഇന്റർനാഷണൽ കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇന്റർനാഷണൽ കോടതി ഒരു അറസ്റ്റ് വാറന്റ് ഉടൻ പ്രഖ്യാപിക്കും എന്ന വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോഴാണ് പലരും ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ആ സംശയങ്ങളിൽ ഒരു കാര്യവുമില്ല. തീർച്ചയായും നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ മുമ്പ് നടന്ന പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. സെർബ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് റാഡോവൻ കരാഡ്സിക്, അദ്ദേഹത്തിനെതിരെ ആരോപിച്ച കുറ്റകൃത്യം എന്ന് പറയുന്നത് യുദ്ധക്കുറ്റവാളിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വംശഹത്യയായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച മറ്റൊരു ആരോപണം. 11ഓളം കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം അല്ലെങ്കിൽ പരാതി. എന്നാൽ ഈ വിഷയത്തിൽ 10 വിഷയങ്ങളും അദ്ദേഹം ചെയ്തു എന്നുള്ളത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഇവിടെ പരാതിക്കാർക്ക് സാധിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ 2008 ഇവിടെ റാഡോവൻ കരാഡ്സിക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്റർനാഷണൽ കോടതി. അതിനുശേഷം 2016 വരെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ നീണ്ടുനിന്നു. 2016 ഇയാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ഇയാൾക്കെതിരെ 40 വർഷം ഇയാളെ തടവിന് വിധിച്ചു. പിന്നീട് ഇയാൾ കോടതിയിൽ അപ്പീൽ പോയി. 2019 ഇയാൾ അപ്പീൽ സമർപ്പിച്ചത്. 2019 ഇയാൾ അപ്പീൽ സമർപ്പിച്ചതിന്റെ ഭാഗമായി ഇയാളുടെ ശിക്ഷാ കാലയളവ് ഒന്ന് ഇളവ് ചെയ്തു കൊടുത്തു. അതായത് ലൈഫ് ടൈം ആക്കി കൊടുത്തു. 40 വർഷം എന്നുള്ളത് ലൈഫ് ടൈം എന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നു. 2021 ഇയാളെ ബ്രിട്ടൻ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഈ പറയുന്ന കക്ഷി റാഡോവൻ കരാഡ്സിക് എന്നു പേരുള്ള ഈ യുദ്ധ കുറ്റവാളി ഇപ്പോഴും ജയിലിലാണ്. അധിക കാലമൊന്നുമായിട്ടുള്ള 2008 ഇവിടെ റാഡോവൻ കരാഡ്സിക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. 2016 ഇയാൾ കുറ്റവാളി എന്ന് പ്രഖ്യാപിക്കുന്നത്. 2019 ഇദ്ദേഹം അപ്പീൽ പോകുന്നു. അതായത് 5 വർഷം മുമ്പാണ് അപ്പീൽ പോകുന്നത്. 2021 അതായത് 3 വർഷം മുമ്പ് ഇയാളെ ബ്രിട്ടൻ ജയിലിലേക്ക് മാറ്റുന്നു. അതായത് 3 വർഷം മുമ്പ് വരെ പല സംഭവങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഇയാൾക്ക് ജയിലിൽ നിന്നും ഒരു മോചനം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ സ്ലോബോഡൻ മിലോസെവിക് എന്നു പേരുള്ള ഒരു വ്യക്തിയെ കൂടെ ഇന്റർനാഷണൽ കോടതി അറസ്റ്റ് ചെയ്തു. 2001 ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തിനെതിരെയും സമാനമായിട്ടുള്ള പല കുറ്റകൃത്യങ്ങളും ഇദ്ദേഹം നടത്തി എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. എന്തായാലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. കോടതി അത് പരിശോധിച്ചു, ഇയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ തുടങ്ങാനായില്ല. അതായത് 2006 ഇദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചു. അതായത് ഞാൻ ഈ 2 പേരുടെ വിഷയങ്ങൾ എടുത്തു പറയാൻ കാരണം ഇവർ യുദ്ധ കുറ്റവാളികളാണ്. വംശഹത്യയാണ് ഇവർക്കെതിരെ ആരോപിച്ച വിഷയം. എന്നാൽ ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെയും അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ടാകും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഈ അറസ്റ്റ് വാറന്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു യുദ്ധക്കുറ്റവാളിയായി നിൽക്കുന്നു, കോടതിയുടെ മുന്നിൽ അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉയർന്നു വരുന്നു. വീണ്ടും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടരുന്ന സാഹചര്യത്തിലായിരിക്കാം കോടതി ഒരു അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ആ അറസ്റ്റ് വാറന്റ് പുറത്തു വന്നാൽ തീർച്ചയായും അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കേണ്ടി വരും. കോടതിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അറസ്റ്റ് ചെയ്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അങ്ങനെ വിചാരണ നടപടികളിലേക്ക് കടന്ന് യുദ്ധക്കുറ്റം തെളിഞ്ഞാൽ
വംശഹത്യ തെളിഞ്ഞാൽ തീർച്ചയായും നടപടി ഉണ്ടാകും. അത് നിസ്സാര കാര്യമല്ല. ഇന്റർനാഷണൽ കോടതികൾ അത്തരത്തിലുള്ള വിധികൾ പറഞ്ഞ, വിധികൾ നടപ്പിലാക്കിയ ചരിത്രമുണ്ട്. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അധികം പുറകോട്ട് പോവാതെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. ചിലർക്കൊക്കെ ചില സംശയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില പ്രതികരണങ്ങളിൽ ആ സംശയങ്ങൾ വ്യക്തമായിരുന്നു. ആ സംശയങ്ങൾ മാറുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ രണ്ടുപേരുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് തുറന്നു കാണിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോടതി വിധികളെ ആരും നിസ്സാരവൽക്കരിക്കേണ്ട. എന്തായാലും നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.